ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്കൊരു അടിപൊളി ചിക്കൻ സോസേജ് റോസ്റ്റിന്റെ റെസിപ്പി നോക്കിയാലോ. കറികളൊന്നും ഇല്ലാത്ത ദിവസങ്ങളിലെ വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റിയ ഒരു അടിപൊളി ചിക്കൻ സോസേജ് റോസ്റ്റിന്റെ റെസിപ്പി. എന്നാൽ നമുക്ക് റെസിപ്പിയിലോട്ട് പോകാം. എന്റെ എല്ലാ കൂട്ടുകാർക്കും ഫുഡ് വേവ് കിച്ചന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ഈ ചിക്കൻ സോസേജ് റോസ്റ്റ് തയ്യാറാക്കാൻ വേണ്ടി 6 സോസേജ് ആട്ടാ ഞാൻ എടുത്തിട്ടുള്ളത്. ഇനി ഇതൊന്ന് ചെറിയ കഷ്ണങ്ങളാക്കി നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഞാനിപ്പോ ഈ സോസേജ് എല്ലാം ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഇതിനു വേണ്ടി കഷ്ണങ്ങളാക്കി മുറിച്ചു വെച്ചിരിക്കുന്ന സോസേജിലേക്ക് 1/2 ടീസ്പൂൺ അളവിൽ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാട്ടാ. അതുപോലെ തന്നെ 1/4 ടീസ്പൂൺ അളവിൽ ഗരം മസാല കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 1/2 ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടിയാണ്. ഇനി നമുക്ക് ഇതിലേക്ക് 1 ടീസ്പൂൺ അളവിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് വേണ്ടത് 1/4 ടീസ്പൂൺ അളവിൽ പെരിഞ്ജീരകമാണ്. അപ്പൊ അതും കൂടി ചേർത്ത് കൊടുക്കാട്ടോ. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ അളവിൽ വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നല്ല പോലെ ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാട്ടോ. സോസേജിലെ ചെറുതായിട്ട് ഉപ്പുള്ളത് കൊണ്ട് ഈ സമയത്ത് നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നില്ല കേട്ടോ. ഇതുപോലെ നന്നായിട്ടൊന്ന് മസാല തേച്ച് പിടിപ്പിച്ച് കഴിഞ്ഞാൽ ഇനി ഇതൊരു 10 മിനിറ്റ് നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം. ഇനി ഒരു 10 മിനിറ്റിന് ശേഷം ഒരു കടായി അടുപ്പത്ത് വെച്ചിട്ട് ഫ്രൈ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ നന്നായിട്ടൊന്ന് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് സോസേജ് ചേർത്ത് കൊടുക്കാട്ടാ. എന്നിട്ട് നല്ല പോലെ ഇളക്കി കൊടുത്ത് ഫ്രൈ ചെയ്തെടുക്കാട്ടാ. ഫ്രൈ ചെയ്യുന്ന സമയത്തെ ഫ്ലെയിം മീഡിയത്തിൽ വെച്ചാൽ മതിട്ടാ. സോസേജ് കുക്കാവാനായിട്ട് അധികം സമയമൊന്നും ആവശ്യമില്ല, പെട്ടെന്ന് തന്നെ കുക്കായി കിട്ടും. ഇപ്പോ നമ്മുടെ സോസേജും നല്ല പോലെ ഒന്ന് കുക്കായി കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഇത് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. ഇനി ഇതേ കടായിൽ തന്നെയാട്ടാ നമ്മൾ മസാല റെഡിയാക്കുന്നത്. അതിനായി ഈ കടായിലേക്ക് തന്നെ 2.5 ടേബിൾ സ്പൂൺ അളവിൽ എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ നന്നായിട്ടൊന്ന് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് 2 ചെറിയ സവാള ഇതുപോലെ ചെറുതാക്കി അരിഞ്ഞെടുത്തത് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് നല്ല പോലെ ഇളക്കി വഴറ്റി കൊടുക്കാട്ടാ. സവാളയുടെ നിറക്കൊന്ന് മാറി ഗോൾഡൻ കളർ ആവുന്നത് വരെ വഴറ്റി കൊടുത്താൽ മതിട്ടാ. ഇപ്പോതാ നമ്മുടെ സവാള ഒക്കെ നല്ല പോലെ ഒന്ന് വഴഞ്ഞു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ അളവിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി വീണ്ടും നല്ല പോലെ ഒന്ന് വഴറ്റി കൊടുക്കാട്ടാ. ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെ ഒക്കെ ഒരു പച്ച മണം ഉണ്ടല്ലോ, അത് മാറുന്നത് വരെ വഴറ്റി കൊടുത്താൽ മതി. ഇപ്പോ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും ഒരു പച്ചമണൊക്കെ ഒന്ന് നല്ല പോലെ മാറി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു മീഡിയം സൈസ് തക്കാളി ചെറുതാക്കി അരിഞ്ഞെടുത്തത് ചേർത്ത് കൊടുക്കാം. ഒപ്പം തന്നെ ഒരു പച്ചമുളക് നേർപകുതിയാക്കി അരിഞ്ഞെടുത്തതും കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി നല്ല പോലെ ഒന്ന് വഴറ്റിയെടുക്കാം. തക്കാളിയൊക്കെ നല്ല പോലെ ഒന്ന് വെന്തുടഞ്ഞു കിട്ടുന്നത് വരെ വഴറ്റിയെടുക്കണം കേട്ടോ. ഇപ്പോ തക്കാളിയൊക്കെ നല്ല പോലെ ഒന്ന് വെന്തുടഞ്ഞു കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള മസാല ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ അളവിൽ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ 1 ടേബിൾ സ്പൂൺ അളവിൽ മല്ലിപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാട്ടാ. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് വേണ്ടത് 1/2 ടീസ്പൂൺ അളവിൽ ഗരം മസാലയാണ്. അപ്പോൾ അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാട്ടാ. ഇനി ഞാൻ ഇതിലേക്ക് 1/2 ടീസ്പൂൺ അളവിൽ പെരിഞ്ജീരകം പൊടിച്ചതും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. ഇത്രയും ചേർത്ത് കൊടുത്ത ശേഷം നല്ല പോലെ ഒന്ന് ഇളക്കി വഴറ്റിയെടുക്കാട്ടാ. മസാലയുടെ ഒക്കെ ഒരു പച്ച മണം ഉണ്ടല്ലോ, അത് മാറി കിട്ടുന്നത് വരെ വഴറ്റി കൊടുത്താൽ മതിട്ടാ. ഇപ്പൊ മസാലയുടെ പച്ചമണൊക്കെ ഒന്ന് മാറി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നല്ല പോലെ ഇതൊന്ന് ഇളക്കി കൊടുക്കാട്ടാ. ഇനി ഇതിലേക്ക് മസാലയ്ക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. സോസേജിന് ഉപ്പുള്ളത് കൊണ്ട് തന്നെ ഉപ്പ് നോക്കിയിട്ട് വേണം കേട്ടാ ചേർത്ത് കൊടുക്കാൻ. ഇനി ഇതൊന്ന് വീണ്ടും നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കാട്ടാ. ഇനി നമുക്ക് ഇതൊന്ന് നന്നായി തിളച്ച് വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം. നന്നായിട്ടൊന്ന് തിളച്ച് വരുമ്പോഴേ ഇതിലേക്ക് നമ്മ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന സോസേജ് ഉണ്ടല്ലോ, അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. സോസേജും ചേർത്ത് കൊടുത്ത ശേഷം നല്ല പോലെ ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാട്ടാ. മസാലയൊക്കെ സോസേജിൽ പിടിക്കുന്ന വിധത്തിൽ വേണോട്ടാ മിക്സ് ചെയ്തെടുക്കാൻ. ഇപ്പോ ഞാൻ നല്ല പോലെ ഇതൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് മല്ലിയില അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് വീണ്ടും നല്ല പോലെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്തെടുക്കാട്ടാ. അപ്പോൾ ഇത്രയും ആയി കഴിഞ്ഞാൽ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള സോസേജ് റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്.
ഇനി ഇത് ചപ്പാത്തിയുടെ കൂടെയും ദോശയുടെ കൂടെയും അപ്പത്തിന്റെ കൂടെ ഒക്കെ കഴിക്കാൻ സൂപ്പർ ടേസ്റ്റ് ആയിട്ടുള്ള ഒരു സോസേജ് റോസ്റ്റ് ആട്ടത്. ചിക്കൻ സോസേജ് ഒക്കെ മേടിക്കുമ്പോഴേ ഒരു പ്രാവശ്യമെങ്കിലും ഇതുപോലെ ഉണ്ടാക്കി നോക്കണോട്ടാ. ഉണ്ടാക്കി കഴിഞ്ഞാൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി അറിയിക്കണം. പിന്നെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ.